ആഗോള ശ്രദ്ധ മുഴുവൻ പശ്ചിമേഷ്യയിലെ മിസൈൽ പരീക്ഷണങ്ങളിലും അമേരിക്ക-ഇറാൻ നയതന്ത്ര സംഘർഷങ്ങളിലും പതിഞ്ഞിരിക്കുമ്പോൾ, ലോകം തിരിച്ചറിയാതെ പോകുന്ന മറ്റൊരു നിശ്ശബ്ദയുദ്ധം ഡിജിറ്റൽ ലോകത്ത് അതിവേഗം വ്യാപിക്കുകയാണ്. പരമ്പരാഗത യുദ്ധഭൂമികളായ മരുഭൂമികളോ കടൽത്തീരങ്ങളോ അല്ല, മറിച്ച് കമ്പ്യൂട്ടർ സ്ക്രീനുകൾക്കും സൂം മീറ്റിംഗുകൾക്കും ലിങ്ക്ഡ്ഇൻ പ്രൊഫൈലുകൾക്കും പിന്നിലാണ് ഈ പുതിയ പോരാട്ടം നടക്കുന്നത്. നയതന്ത്രതലത്തിലുള്ള വാക്പോരുകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെ, മറുവശത്ത് ലോകത്തെ പ്രമുഖ സാമ്പത്തിക പ്രതിരോധ സംവിധാനങ്ങളെ തകർക്കാൻ ശേഷിയുള്ള അതിസങ്കീർണമായ ഒരു സൈബർ ശൃംഖലയുടെ സാന്നിധ്യം ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നു. അമേരിക്കൻ ഐ.ടി. കമ്പനികളെയും സ്റ്റാർട്ടപ്പുകളെയും ഞെട്ടിച്ചുകൊണ്ട് വിദൂര ജോലി തേടിയെത്തുന്ന പ്രൊഫഷണലുകളായി നടിച്ച് കടന്നുകൂടിയ ഒരു സംഘം ലക്ഷക്കണക്കിന് ഡോളറാണ് ഉത്തര കൊറിയയിലേക്ക് കടത്തിയിരിക്കുന്നത്. നാഷണൽ പബ്ലിക് റേഡിയോ (NPR), ഫസ്റ്റ് പോസ്റ്റ് തുടങ്ങിയ പ്രമുഖ മാധ്യമങ്ങൾ പുറത്തുവിട്ട വിവരങ്ങൾ പ്രകാരം, വ്യാജരേഖകളും ഡിജിറ്റൽ കൃത്രിമത്വവും ഉപയോഗിച്ച് ഈ സംഘം അമേരിക്കൻ കമ്പനികളുടെ സുരക്ഷാ വലയങ്ങൾ ഭേദിച്ചു എന്നാണ് റിപ്പോർട്ടുകൾ. ഓരോ മാസവും ശമ്പളമായി ലഭിക്കുന്ന തുക ഉത്തര കൊറിയൻ ആണവായുധ പദ്ധതികൾക്കും മറ്റു സൈനിക ആവശ്യങ്ങൾക്കുമായി ഉപയോഗിക്കപ്പെടുന്നതായാണ് സുരക്ഷാ ഏജൻസികളുടെ കണ്ടെത്തൽ. ഒരു കമ്പനിയുടെ ആഭ്യന്തര വിവരങ്ങൾ ചോർത്തുന്നതിലുപരി, ആഗോള സാമ്പത്തിക വ്യവസ്ഥയിൽ തന്നെ വിള്ളലുകൾ വീഴ്ത്താൻ ഇത്തരം സ്ലീപ്പർ സെൽ ഐ.ടി. ജീവനക്കാർക്ക് സാധിക്കുന്നു എന്നത് ഭരണകൂടങ്ങളെ അമ്പരപ്പിക്കുന്നു. ആധുനിക സാങ്കേതികവിദ്യയെ ഒരു നിഗൂഢ ആയുധമാക്കി മാറ്റി ശത്രുരാജ്യങ്ങളുടെ മണ്ണിൽ കാലുകുത്താതെ തന്നെ അവരുടെ സമ്പദ്വ്യവസ്ഥയെ തകർക്കുന്ന ഈ രീതി വരുംകാല യുദ്ധമുറകളുടെ വ്യക്തമായ സൂചനയാണ്. സൈബർ സുരക്ഷ എന്നത് കേവലം ഡാറ്റാ സംരക്ഷണമല്ല, മറിച്ച് ഒരു രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന പരമപ്രധാനമായ പ്രതിരോധമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മാത്രമല്ല, നിലവിലെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ സൈബർ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അമേരിക്കയിൽ നിന്ന് കടുത്ത ഉപദ്രവങ്ങൾ നേരിടുന്ന ഇറാനും ഉത്തര കൊറിയയും തമ്മിലുള്ള പ്രതിരോധ സാങ്കേതിക സഹകരണം ഈ ഘട്ടത്തിൽ കൂടുതൽ ശക്തമാവുകയാണ് എന്നാണ് ഒരു വിഭാഗം നിരീക്ഷകർ പറയുന്നത്. അമേരിക്ക ഇറാനെതിരെ നീക്കങ്ങൾ ശക്തമാക്കുമ്പോൾ, അമേരിക്കൻ കമ്പനികൾക്കുള്ളിൽ തന്നെ കടന്നുകയറി സാമ്പത്തിക സ്രോതസ്സുകൾ കൈക്കലാക്കുന്ന ഉത്തര കൊറിയയുടെ ഈ തന്ത്രം ഇറാന് നൽകുന്ന പരോക്ഷമായ പിന്തുണ കൂടിയാണ്. ശത്രുവിനെ അവരുടെ മണ്ണിൽ കാലുകുത്താതെ തന്നെ സാമ്പത്തികമായും സാങ്കേതികമായും തളർത്തുക എന്ന ഇറാൻ ഉത്തര കൊറിയൻ അച്ചുതണ്ടിന്റെ ഏറ്റവും മികച്ച നീക്കമായാണ് വിദഗ്ധരിതിനെ വിലയിരുത്തുന്നത്. ഈ ശൃംഖലയുടെ രഹസ്യം പുറത്തുകൊണ്ടുവന്നത് വിർജീനിയ ആസ്ഥാനമായ സൈബർ സുരക്ഷാ സ്ഥാപനമായ നിസോസ് നടത്തിയ അന്വേഷണമാണ്. ജോ എന്ന പേരിൽ അപേക്ഷിച്ച ഒരാളുടെ അസാധാരണ പ്രവർത്തനങ്ങളാണ് സംശയങ്ങൾക്ക് തുടക്കമിട്ടത്. ഒരേ സമയം നിരവധി ജോലികൾ കൈകാര്യം ചെയ്യുകയും ദിവസേന ഡസൻ കണക്കിന് അപേക്ഷകൾ നൽകുകയും ചെയ്ത ഈ വ്യക്തി സാധാരണ തൊഴിലാളികളുടെ പരിധികളെ മറികടക്കുന്ന രീതിയിലായിരുന്നു പ്രവർത്തിച്ചത്. നിയമന പ്രക്രിയയിൽ കണ്ട പൊരുത്തക്കേടുകൾ കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിന് വഴിവെച്ചു. അന്വേഷണം പുരോഗമിക്കുമ്പോൾ ഇത് ഒരു വ്യക്തിയുടെ പ്രവർത്തനമല്ല, മറിച്ച് കൃത്യമായി ഏകോപിപ്പിച്ച ഒരു ടീം ഓപ്പറേഷനാണെന്ന് വ്യക്തമായി. കമ്പനി നൽകിയ ലാപ്ടോപ്പുകൾ വഴി നടത്തിയ നിരീക്ഷണത്തിൽ ഇവർ തമ്മിൽ സജീവമായ ആശയവിനിമയം നടത്തി, ജോലികൾ പങ്കുവച്ചു, ഒരേ ലക്ഷ്യത്തോടെ മുന്നോട്ടു പോകുന്ന ഘടനാപരമായ ഒരു ശൃംഖലയായി പ്രവർത്തിച്ചു. ജിഫുകൾ പങ്കുവച്ചതും ഇംഗ്ലീഷിൽ സ്വാഭാവികമായി സംസാരിച്ചതും ഓൺലൈൻ സൗഹൃദങ്ങൾ വരെ സ്ഥാപിച്ചതും ഇവർ പുറത്തുനിന്ന് ഒരു സാധാരണ കോർപ്പറേറ്റ് ടീമിനെപ്പോലെ തന്നെയായിരുന്നു. എന്നാൽ അതിന്റെ പിന്നിൽ മറഞ്ഞിരുന്നത് വളരെ ഗൗരവമുള്ള ഉദ്ദേശങ്ങളായിരുന്നു. ചില കേസുകളിൽ അമേരിക്കൻ സൈനിക തന്ത്രത്തെ വിദ്യയുമായി ബന്ധപ്പെട്ട അത്യന്തം സെൻസിറ്റീവായ വിവരങ്ങൾ വരെ മോഷ്ടിക്കപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. മറ്റിടങ്ങളിൽ കമ്പനികളുടെ പ്രൊപ്രൈറ്ററി ഡാറ്റ പുറത്തുവിടുമെന്ന് ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും ചെയ്തു. ചിലർ പ്രത്യേകിച്ച് ക്രിപ്റ്റോ കറൻസി മേഖലയെ ലക്ഷ്യമിട്ടത് ശ്രദ്ധേയമാണ്. കണ്ടെത്താൻ പ്രയാസമുള്ളതും വേഗത്തിൽ മാറ്റിവെക്കാനാകുന്നതുമായ ഈ ഡിജിറ്റൽ ആസറ്റുകൾ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് അനുയോജ്യമായ വഴിയാണ്. സാമ്പത്തികമായി നോക്കുമ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളുടെ വ്യാപ്തി വിസ്മയിപ്പിക്കുന്നതാണ്. ചില പ്രവർത്തകർ വർഷത്തിൽ $3 ലക്ഷം സമ്പാദിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ 90% ഉത്തര കൊറിയയിലേക്ക് തിരിച്ചുപോകുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ഉപദ്രവങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ഇത്തരം മാർഗങ്ങൾ വഴി വിദേശ നാണ്യം സമാഹരിക്കുന്ന ഒരു പുതിയ തന്ത്രമാണിതെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ഈ സംഭവത്തിന്റെ അവസാനത്തിൽ നമുക്ക് ലഭിക്കുന്നത് ഒരു വ്യക്തമായ മുന്നറിയിപ്പാണ്. ഭാവിയിലുള്ള യുദ്ധങ്ങൾ കാണാൻ കഴിയാത്ത രീതിയിലായിരിക്കും. സൈനിക ശക്തിയും പരമ്പരാഗത ആയുധങ്ങളും മാത്രമല്ല, ഡിജിറ്റൽ ഐഡന്റിറ്റികളും റിമോട്ട് ജോലികളും കോർപ്പറേറ്റ് സംവിധാനങ്ങളുമെല്ലാം ഇനി പുതിയ യുദ്ധമേഖലകളായി മാറിയിരിക്കുകയാണ്.
ഒരാൾ ഒരു കമ്പനിയിൽ ജോലി നേടുക പോലും ഇനിയൊരു സാധാരണ നിയമന പ്രക്രിയ എന്നതിലുപരി ഒരു രാജ്യത്തിന്റെ തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമാകാൻ സാധ്യതയുണ്ടെന്നതാണ് ഈ സംഭവത്തിന്റെ ഏറ്റവും വലിയ സന്ദേശം. ഈ സംഭവത്തിന്റെ അവസാനത്തിൽ നമുക്ക് വ്യക്തമായി മനസ്സിലാകുന്നത് ഒരു കാര്യം മാത്രമാണ്. ഇന്നത്തെ ലോകത്ത് ശക്തി എന്നത് ആയുധങ്ങളിലോ സൈനിക ശക്തിയിലോ മാത്രമല്ല അളക്കപ്പെടുന്നത്, മറിച്ച് സാങ്കേതിക വിദ്യയെ എത്രത്തോളം മികച്ച രീതിയിൽ ഉപയോഗിക്കാം എന്നതിലാണ് അതിന്റെ യഥാർത്ഥ രൂപം മറഞ്ഞിരിക്കുന്നത്. പരമ്പരാഗത യുദ്ധഭൂമികളിൽ നിന്ന് മാറി ഡിജിറ്റൽ ലോകം തന്നെ ഇന്ന് രാഷ്ട്രങ്ങളുടെ മത്സരവേദിയായി മാറിയിരിക്കുകയാണ്. അതിൽ വിജയിക്കുന്നത് പലപ്പോഴും കാണാൻ കഴിയാത്ത നീക്കങ്ങളിലൂടെയാണ്. ഉത്തര കൊറിയയുമായി ബന്ധിപ്പിക്കപ്പെടുന്ന ഇത്തരം ഓപ്പറേഷനുകൾ പരിമിത വിഭവങ്ങളുള്ള രാജ്യങ്ങൾ പോലും ആഗോളതലത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന പുതിയ മാർഗങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതൊരു സൈബർ തന്ത്രമെന്നതിലുപരി ബുദ്ധിയുടെയും സംവിധാനങ്ങളുടെയും യുദ്ധം എന്ന പുതിയ ആശയത്തെ മുന്നോട്ടുവയ്ക്കുന്നു. നേരിട്ടുള്ള ഏറ്റുമുട്ടലുകൾ ഒഴിവാക്കി പ്രതിരക്ഷികളുടെ സംവിധാനങ്ങൾക്കുള്ളിൽ തന്നെ ഇടം പിടിച്ച് സ്വാധീനം ചെലുത്തുക, ഇതാണ് ഈ രീതിയുടെ പ്രത്യേകത. എന്നാൽ യഥാർത്ഥത്തിൽ ഇത്തരം നീക്കങ്ങളാണ് ഭാവിയിലെ ശക്തി സമവാക്യങ്ങളെ നിർണ്ണയിക്കാൻ പോകുന്നത്. തുറന്ന യുദ്ധങ്ങൾക്കു പകരം സാമ്പത്തികവും സൈബറും ചേർന്ന ഇത്തരം തന്ത്രങ്ങൾ കൂടുതൽ പ്രാധാന്യമർഹിക്കുന്ന കാലഘട്ടത്തിലേക്കാണ് ലോകം നീങ്ങുന്നത്.